ഇടുക്കി കട്ടപ്പനയിൽ തൊഴിലാളികൾ ഓടയിൽ കുടുങ്ങി. ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികളാണ് കുടുങ്ങിയത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നു? ധന്യ, കട്ടപ്പന ടൗണിലെ പാറക്കടവ് എന്ന ഭാഗത്ത് ഓറഞ്ച് എന്ന ഹോട്ടലിന് മുമ്പിൽ ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികളാണ് ഇപ്പോൾ ഓടയ്ക്ക് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഓടയോട് ചേർന്ന ഡ്രൈനേജിന്റെ ഭാഗത്ത് ഇറങ്ങിയ ഇവർ ശ്വാസം കിട്ടാതെ കുടുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് തമിഴ്നാട് സ്വദേശികളായ 3 പേരാണ് ഓടയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളെ ഇറക്കി അതിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അസാധ്യമായ സാഹചര്യത്തിലാണ് ഫയർഫോഴ്സും പോലീസും എത്തി JCB കൊണ്ട് ഈ ഓട പൊളിച്ച് ഈ 3 പേരെയും പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ അവർ കുടുങ്ങിപ്പോയിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓട പൊളിച്ച് ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പാറക്കടവിലെ ഓറഞ്ച് എന്ന ഹോട്ടലിന് തൊട്ടു മുമ്പിലുള്ള ഡ്രൈനേജ് വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് 3 തൊഴിലാളികൾ ഡ്രൈനേജിനുള്ളിലേക്ക് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂർ മുമ്പാണ് ഇവർ അതിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നത്. ഡ്രൈനേജിനുള്ളിൽ ഓക്സിജന്റെ ലഭ്യതയില്ലായ്മയാണ് അവർ അതിനുള്ളിൽ പെട്ടുപോകാൻ കാരണമെന്നാണ് തൊട്ടടുത്തുള്ള സമീപത്തുള്ള ആളുകൾ അടക്കം പറയുന്നത്. ആ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നത് വലിയ പ്രതിസന്ധിയായി മാറുകയായിരുന്നു. തുടർന്നാണ് ഫയർഫോഴ്സ് സംഘം എത്തുകയും JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രൈനേജ് പൊളിച്ച് അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. തമിഴ്നാട് സ്വദേശികളായ 3 തൊഴിലാളികളാണ് ഇതിനുള്ളിൽ പെട്ടുപോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കട്ടപ്പനയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സേനാംഗങ്ങളാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് വലിയ പോലീസ് സന്നാഹം അടക്കം അവിടെയുണ്ട്. കട്ടപ്പന ടൗണിൽ രാത്രി ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഓറഞ്ച് എന്ന ഹോട്ടലിന് തൊട്ടുമുമ്പിലുള്ള ഓടയിലേക്ക് 3 തൊഴിലാളികൾ ഇറങ്ങുന്നത്. അവർ പെട്ടുപോകുന്നു. അതിന്റെ ഈ ഡ്രൈനേജ് ഇതുമായി ചേർന്ന് കിടക്കുന്ന ഓടയുമായി ചേർന്ന് കിടക്കുന്ന ഡ്രൈനേജിന്റെ ഭാഗത്താണ് ഇപ്പോൾ തൊഴിലാളികൾ പെട്ടുകിടക്കുന്നത്. ധന്യ, യെസ്, ഇത് രാത്രി ചെയ്യുന്ന ജോലികളാണോ എന്നുള്ളതാണ്. ഈ സമയത്ത് ജോലിയിലായിരുന്നോ? എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഇത് കരാറെടുത്ത് ചെയ്യുന്നതാണോ? എവിടുത്തെ ആളുകളാണ് എന്ന വിവരങ്ങളൊക്കെ ലഭ്യമായോ? തീർച്ചയായും ആ നിലയിലുള്ള വിവരങ്ങൾ ഈ സമയത്ത് ലഭ്യമല്ല. എങ്കിൽ തന്നെയും രാത്രികാലങ്ങളിൽ ഈ ഓട വൃത്തിയാക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ രാത്രികാലങ്ങളിൽ ചെയ്യുന്ന ആളുകളാണ് ഇവരെന്നാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഇങ്ങനെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പരിചയം ഉള്ള ആളുകൾ കൂടിയാണ്. പക്ഷേ ഈ ഡ്രൈനേജിന്റെ ഭാഗത്തേക്ക് ഇറങ്ങിയതാണ് ഈ അപകടത്തിലേക്ക് നടന്നത് എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രക്ഷാപ്രവർത്തകർ പൂർണ്ണമായും ആ ഓട പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഡ്രൈനേജിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനം നിലവിൽ രക്ഷാപ്രവർത്തകർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനുള്ളിൽ നിന്ന് ഈ 3 തൊഴിലാളികളെ പുറത്തെടുക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ അതിനുള്ളിലേക്ക് ഇറങ്ങാൻ പാകത്തില് അതിന് മുകളിൽ നിന്ന് മണ്ണ് മാറ്റി JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിട്ടുണ്ട്. 3 രക്ഷാപ്രവർത്തകർ 3 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓടയ്ക്കുള്ളിലേക്ക് ഇറങ്ങി അവരെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 3 പേർ അതിനുള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്സിജന്റെ ലഭ്യതക്കുറവ് വലിയ പ്രതിസന്ധിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഡ്രൈനേജിനുള്ളിൽ തന്നെ ചോദ്യം വ്യക്തമായില്ല. ആഴമേ ഇത് എത്ര ഉള്ളിലേക്കാണ് ഇവർ വീണുപോയതെന്തോ? തീർച്ചയായും അത് വലിയ ആഴമുള്ള ഒരു ഇടമാണ് എന്നാണ്. ഓടയോട് ചേർന്ന് കിടക്കുന്ന ഡ്രൈനേജിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആഴം അതിനുണ്ട് എന്ന് കണക്കാക്കുന്നു. ആഴമുള്ളത് കൊണ്ട് ഈ അതിനുള്ളിലേക്ക് ഇറങ്ങി ആളുകളെ രക്ഷപ്പെടുത്തുക വലിയ ശ്രമകരമായ കാര്യമാണ്. ഏതായാലും ഇപ്പോ രക്ഷാപ്രവർത്തകർ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ 3 ഉദ്യോഗസ്ഥരെ ഇറക്കിവിട്ട് തിരച്ചിൽ നടത്തി അവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് എത്രത്തോളം ശ്രമകരമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാനാവുകയില്ല. ഏതാണ്ട് 3/4 മണിക്കൂറോളം പിന്നിട്ടു. കോൺക്രീറ്റ് ആണോ ഇല്ലെങ്കിൽ മണ്ണിന്റെ കുഴിയിലേക്കാണോ? മണ്ണ് വീണിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വിവരങ്ങളുണ്ടോ? തീർച്ചയായും ആ നിലയിൽ വിശദമായ വിവരങ്ങൾ ഇല്ല. അവിടുത്തെ നിർമ്മാണത്തിന്റെ സ്വഭാവം ഏത് നിലയിലാണ് എന്നുള്ളത് ഈ സമയത്ത് വ്യക്തമല്ല. പക്ഷേ സ്വാഭാവികമായും ഒരു ഹോട്ടലിന് മുമ്പിലൂടെ ഒഴുകുന്ന ഓടയാണ്. അതിലേക്ക് ഈ ഹോട്ടലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഡ്രൈനേജ് സംവിധാനം കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു ഈ 3 തൊഴിലാളികൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഡ്രൈനേജിനുള്ളിലേക്ക്
അവർ ഇറങ്ങുന്നത്. സ്വാഭാവികമായി ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഈ രാത്രിയുടെ ഈ സമയങ്ങളിലാണല്ലോ ഇത്തരം നഗരങ്ങളിലൊക്കെ ഇത്തരം ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടക്കുക. ആ നിലയിൽ തന്നെയാണ് കട്ടപ്പനയിലും പ്രവർത്തനങ്ങൾ നടന്നത്. ഓറഞ്ച് ഹോട്ടലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പക്ഷെ